മഹാരാഷ്ട്രയിലെ എല്ലാ സർവേകളും എല്ലാ എക്സിറ്റ് പോളുകളും വളരെ വ്യക്തമാക്കി പറഞ്ഞു NCPക്ക് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന്. പക്ഷേ ശക്തമായ പ്രതിപക്ഷമായി NCP മുന്നോട്ട് വന്നത് വലിയ ആത്മവിശ്വാസമാണ് NCPക്ക് നൽകിയിട്ടുള്ളത്. ആ ആത്മവിശ്വാസം അവരെടുക്കുന്ന നിലപാടിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ശിവസേനയുമായി സഖ്യത്തിന് തയ്യാറാണോ എന്ന് ചോദിച്ച ശരത് പവാർ ആദ്യം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നോളാം എന്നുള്ളതാണ്. എന്നാൽ രണ്ടാമതൊരു ഓപ്ഷൻ ശിവസേനയ്ക്ക് മുന്നിൽ ശരത് പവാർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ആ ഓപ്ഷൻ അംഗീകരിച്ച് ശിവസേന രംഗത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൈകൊടുക്കാൻ തയ്യാറാണ് എന്നാണ് ശരത് പവാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കോൺഗ്രസ് പുറത്തുനിന്ന് പിന്തുണയും നൽകും. എന്താണ് ആ നിർദ്ദേശം, ആ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ശിവസേന നിലവിൽ ശിവസേനയ്ക്കുള്ള കേന്ദ്രമന്ത്രിമാരോട് BJPയുമായുള്ള കേന്ദ്ര സർക്കാരുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് രാജിവെച്ച് കടന്നു വരാൻ വേണ്ടി ആവശ്യപ്പെടണം. അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനം 5 വർഷം ശിവസേനയ്ക്ക് നൽകും. ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം NCPക്കും ലഭിക്കും. അങ്ങനെ NCP ശിവസേന സഖ്യത്തെ കോൺഗ്രസ് പുറത്തുനിന്ന് പിന്തുണക്കും എന്നുള്ളതാണ് ശരത് പവാർ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം. ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ BJPക്ക് ശക്തമായ തിരിച്ചടി മഹാരാഷ്ട്രയിൽ ലഭിക്കുക തന്നെ ചെയ്യും. കാരണം ശിവസേനയുടെ പല വോട്ട് ബാങ്കുകളും BJP പലയിടങ്ങളിലും സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയിരുന്ന BJPയും ശിവസേനയും തമ്മിലുള്ള തർക്കം അത് പരിപൂർണതയിലെത്തുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പായതോടെയാണ്. അതായത് അതിനു മുൻപ് ശക്തമായ വിമർശനങ്ങൾ BJPക്ക് നേരെ ശിവസേന പലതവണയായിട്ട് ഉയർത്തി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJPയും ശിവസേനയും 2 തട്ടിൽ തന്നെയാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് സഖ്യമുണ്ടായപ്പോൾ പോലും ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ശിവസേന NCPയുമായി സഖ്യം രൂപീകരിച്ചു കഴിഞ്ഞാൽ അവിടെ BJPയുടെ വോട്ട് ബാങ്കുകളിൽ വരെ വിള്ളൽ വീഴ്ത്താൻ ശിവസേനക്ക് സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസവും കൂടിയാണ് ഈ സഖ്യവുമായി മുന്നോട്ട് വരാൻ ശരത് പവാർ തയ്യാറായതിന് പിന്നിലുള്ള കാരണമെന്ന് ചില ആളുകൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ സഖ്യം മഹാരാഷ്ട്രയിൽ വന്നു കഴിഞ്ഞാൽ BJPക്ക് ശക്തമായ തിരിച്ചടി തന്നെയായിരിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.